ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഒന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് ബാൽക്കണിയിൽ വന്ന് നിന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല തണുപ്പല്ലേ, തണുപ്പും മഞ്ഞും. അപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് നേരം വന്ന് നിന്നാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും ഒരു ഉഷാറൊക്കെയാണ് പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് അതിയായ എന്തൊരു ധൈര്യം, ഒരു ഉന്മേഷവും ഒക്കെ വരും. ചില അവിടെയൊക്കെ നിന്ന് നല്ല തണുപ്പ്, ഒരു കുളമുണ്ട്, അപ്പുറത്തൊരു പാടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കുളിർമ. നല്ല രസമല്ലേ, രാവിലെ ആയതുകൊണ്ട് അതിന് കേട്ടോ. എല്ലാ സമയത്തും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഈ ഉറക്കച്ചടപ്പൊക്കെ ഒന്ന് മാറാൻ ഇവിടെ കുറച്ച് നേരം വന്ന് നിൽക്കാറുണ്ട്. പിന്നെ എന്തെന്ന് തിരുവാതിരയല്ലേ, എല്ലാവരും കൂവൊക്കെ വിരകി കഴിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയും കൂവയൊക്കെ കഴിച്ച് പപ്പടം. ഇതെൻ്റെ കറണ്ട് അഫെയർസിൻ്റെ ബുക്കാണ്. കറണ്ട് അഫെയർസ് എന്നും ഡെയിലി എഴുതാറുണ്ട്. അതിനൊരു ബുക്ക് മാറ്റി വയ്ക്കാറുണ്ട്. കറണ്ട് അഫെയർസ് ഡെയിലി എഴുതിയില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു അസ്വസ്ഥത, എഴുതിക്കഴിഞ്ഞൊരു സമാധാനം. പക്ഷേ എന്നത് പഠിക്കലുണ്ടോ ചോദിച്ചാൽ പഠിക്കൽ അങ്ങനെ ഇല്ല. പക്ഷേ എന്നാൽ ജസ്റ്റ് വായിച്ചു നോക്കലുണ്ട്. അപ്പോൾ ഇതാ ജനുവരി 26 ആയല്ലോ, അല്ല 2026 അപ്പോൾ തുടക്കത്തിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ എഴുതിയിട്ട് ഇപ്പം ഇന്ന് 2-ാം തീയതിയാണല്ലോ. കറണ്ട് അഫെയർസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മന്നൻ ജയന്തി എന്നുള്ള ഓർമ്മ വന്നു. മന്നൻ ജയന്തി എൻ്റെ കെട്ടിന് എന്നെ 2ാമത് പെണ്ണ് കാണാൻ വന്ന ദിവസം ഒരു മന്നൻ ജയന്തി ആയിരുന്നു. അത് കാരണം ആ ദിവസം മന്നൻ ജയന്തി എന്ന് പെട്ടെന്ന് വരുമ്പോൾ അത് ഓർമ്മ വരും. അങ്ങനെ അപ്പോൾ കറണ്ട് അഫെയർസ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് രാത്രി ഇതിൻ്റെ എക്സാമും ആപ്പിൽ വരുന്നോണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടാണ് ഇരുന്ന് പഠിക്കൊന്നുമില്ല. നമ്മൾ ശരിക്കും പഠിക്കുന്ന എഴുതുമ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കും, പിന്നെ ഒന്ന് വായിക്കും. പിന്നെ നമ്മൾ ആപ്പിൽ എക്സാമും കൂടി എഴുതുമ്പോൾ കറണ്ട് അഫെയർസ് കുഴപ്പമില്ലാതെ ഇപ്പോൾ ക്ലിക്കാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ബാക്കി നാളെ എഴുതണം, നാളെ എഴുതണം. ഇതതുപോലെ എൻ്റെ മാത്സിൻ്റെയും നോട്ട് കറക്റ്റായിട്ട് എഴുതാറുണ്ട് കേട്ടോ. ഇത് ഡേ 50 എന്ന് കണ്ടോ. കാരണം ഞങ്ങളുടെ ആപ്പിൽ ഇങ്ങനെ ഓരോ ദിവസത്തെ ഓരോന്നിങ്ങനെ വരും. ഇപ്പോൾ ഡേ 50, 50, 51 അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ നോട്ട് എഴുതിയിട്ട് നമ്മൾ പിന്നെ എപ്പോഴും നമുക്ക് പഠിക്കുമ്പോൾ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നമുക്കത് ഡേ 50 പോയിട്ട് ഒന്നും കൂടി വീഡിയോ പ്ലേ ചെയ്ത് കേൾക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെയാണ്. നമ്മൾ PSCയുടെ ഫസ്റ്റ് സിലബസ് എല്ലാം ഇത് തന്നെയാണല്ലോ അല്ലേ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മാത്സത്തെ ഫസ്റ്റ് സിലബസ്. അപ്പോൾ അത് പ്രകാരം ക്ലാസ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഇപ്പോൾ ഒപ്പം ഫോളോ ചെയ്യാറുണ്ട് വെച്ചാൽ സ്പീഡ് കുറച്ച് ക്ലാസ്സിനല്ലോട്ട് എനിക്ക് സ്പീഡ് കുറച്ച് കുറവായതുകൊണ്ട് ഒപ്പം എത്താൻ കുറച്ച് ബാക്കിലാണ്. എന്നാലും കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സൊക്കെ എഴുതി. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ക്യൂബും സ്ക്വയേഴ്സും ക്യൂബൊക്കെ ഇങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഭാവിക്ക് നല്ലതാണ് പെട്ടെന്ന്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, പഠിക്കാം എന്ന് വിചാരിക്കാറുണ്ട്. പിന്നെ ഫസ്റ്റ് പാഠത്തെ നോട്ട് എഴുതിയാൽ കുറച്ച് നമ്മൾ എന്താ പറയുക ഇക്വേഷൻസൊക്കെ ഒന്ന് വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും നന്നായിട്ട് പഠിച്ച് ഈ 2026 അതിപ്പോൾ 26 2027 എന്തായാലും ജോലി ഞാൻ കയറും എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ ആരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, സീ യു. ചെറിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.